ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ബീഫ് കട്ട്ലറ്റ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ബീഫ് കട്ട്ലറ്റ് റെഡിയാക്കുന്നതിന് മുന്നായിട്ട് ഞാനിവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. ഇനി നമ്മൾക്ക് ബീഫ് കട്ട്ലറ്റ് റെഡിയാക്കുന്നതിനായിട്ട് നേരെ കിച്ചണിലേക്ക് പോകാം. ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് 700 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. അതുപോലെ ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾക്ക് ഈ ബീഫ് വേവിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കണം. അതുകൊണ്ട് ബീഫ് നന്നായി വേവിച്ചെടുക്കണം. നമ്മൾക്കിനി കുക്കർ അടച്ചു വെച്ച് ബീഫ് വേവിച്ചെടുക്കാം. ബീഫ് ഇപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിനി ഈ ബീഫ് മിക്സിയിലിട്ട് മിൻസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബീഫെല്ലാം മിക്സിയിലിട്ട് ഇതുപോലെ നന്നായി മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ നമ്മൾക്ക് 1/2 കിലോ പൊട്ടറ്റോ നമ്മൾക്ക് ഈ കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കാം. പൊട്ടറ്റോ ഞാനിപ്പോൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്കിത് ഈ പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. പൊട്ടറ്റോയുടെ തൊണ്ട് കളഞ്ഞതിന് ശേഷം ഒരു നൈഫ് ഉപയോഗിച്ച് നമ്മൾക്കിത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി മാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി മാഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് മിക്സിയിൽ മിൻസ് ചെയ്തെടുത്ത ബീഫും അതുപോലെ മാഷ് ചെയ്തെടുത്ത പൊട്ടറ്റോയും പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസും എല്ലാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കിംഗ് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. 8 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തത്. ഇനി ചെറുതായി കട്ട് ചെയ്തെടുത്ത കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. 3 മീഡിയം സൈസ് സവാള നന്നായി ചോപ്പ് ചെയ്തെടുത്തത്. ഇതുപോലെ നന്നായി ചോപ്പ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 15 മിനിറ്റ് സമയം കുക്ക് ചെയ്യാം. ഇപ്പൊ 15 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. നമ്മൾക്കിനി മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തുകൊണ്ട് ഒരു 10 മിനിറ്റ് സമയം കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് സമയം ആയിട്ടുണ്ട്.
ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നമ്മൾക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്കിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം. ഇപ്പൊ 5 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. നമ്മൾക്കിനി നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമ്മൾക്കിതിങ്ങനെ നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 10 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പും മസാലയും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. എല്ലാം ഓക്കെ ആണ്. നമ്മൾക്കിനി ഇത് ചൂടാറിയതിനു ശേഷം കട്ട്ലറ്റിന്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത ബീഫും പൊട്ടറ്റോയും ഈ കുക്കിംഗ് പാനിലുണ്ട്. ഈ ബൗളിൽ ഞാൻ 4 എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾക്കിനി കുറച്ച് റസ്ക് പൊടി കൂടി വേണം. അപ്പോൾ റസ്ക് പൊടി നമ്മൾക്ക് ഈ പ്ലേറ്റിലേക്ക് ഇടാം. ഇനി നമ്മൾക്കിത് കട്ട്ലറ്റിന്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇനി ഇത് എഗ് വൈറ്റിൽ മുക്കിയെടുത്തതിന് ശേഷം റസ്ക് പൊടിയിലേക്ക് ഇടാം. റസ്ക് പൊടി എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്കിനി അടുത്ത പീസും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് എഗ് വൈറ്റിൽ മുക്കിയെടുത്തതിന് ശേഷം റസ്ക് പൊടിയിലേക്ക് ഇടാം. റസ്ക് പൊടി എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക വിധം നമ്മൾക്കിതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്കിനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 5 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ഈ പ്ലേറ്റ് മാറ്റി വേറൊരു പ്ലേറ്റ് വയ്ക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമ്മൾക്ക് ഇതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് ഈ പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഞാനിപ്പോൾ 10 എണ്ണം ഫ്രൈ ചെയ്യുന്നതിനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനിടയ്ക്ക് ഷേപ്പാക്കി വയ്ക്കാം. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ഇത് ഓരോന്നായിട്ട് ഫ്രൈ പാനിലേക്ക് വെക്കാം. അപ്പോൾ ബീഫ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പിയിൽ ബീഫ് ഉപയോഗിച്ചിരിക്കുന്നതിന് പകരം ചിക്കൻ ഉപയോഗിച്ച് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾക്കിനി മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. നല്ല കുഴിയുള്ള പാത്രത്തിൽ കൂടുതൽ ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കിതിങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വീഡിയോയിൽ നന്നായി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് പരന്ന ഫ്രൈ പാൻ ഉപയോഗിച്ചത്. നമ്മളിത് അധികം ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് ഓൾറെഡി നന്നായി കുക്ക് ചെയ്തതിന് ശേഷം ഓയിൽ ഒഴിച്ച് മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് കട്ട്ലറ്റിന്റെ പുറമേയുള്ള കോട്ടിംഗ് ഒന്ന് ഫ്രൈ ആകുന്നത് വരെ മാത്രം നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം. ഞാനിത് ഓരോന്നായിട്ട് ഈ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 5 കട്ട്ലറ്റ് ആണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇനി നമ്മൾക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. കുക്കിംഗ് വീഡിയോസും UK-യിലെ ട്രാവൽ വീഡിയോസുമാണ് മെയിനായിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത് സ്റ്റാർട്ടറായിട്ടും സൈഡ് ഡിഷ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഞാനിപ്പോൾ സെക്കൻഡ് റൗണ്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാനിപ്പോൾ കട്ട്ലറ്റ് എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഞാനിത് ഓരോന്നായിട്ട് ഈ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾക്കിനി ഇത് കഴിച്ചു തുടങ്ങാം. ഈ ടൊമാറ്റോ സോസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കാം. ആഹാ, അടിപൊളിയായിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു കിടിലൻ റെസിപ്പിയും UK യിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.